ಹಾಯ್ ಡಿಯರ್ ಪೇರೆಂಟ್ಸ್, ഇന്നത്തെ ലൈവ് ಎಲ್ಲരെയും ನಾನು ಇಂದ ಸ್ವಾಗತ ಆಕಿಯುಂಟುಲ್ಲೆ, ವೆಲ್ಕಮ್ ಆಕಿಯುಂಟುಲ್ಲೆ. ഫസ്റ്റ് ನಾನು ഒരു ആക്ടിവിറ്റിയെ ഫസ്റ്റ് കണ്ടല്ലേ നിങ്ങൾക്ക്. അതിപ്പോ ഞങ്ങള് മക്കള് ഇതിപ്പോ ഫസ്റ്റത്തത് വലിയ ലെറ്റർ കണ്ട്, പിന്നത്തത് തെല്ല് ചെറിയ കണ്ട്, അതിൽ പിന്നത്തത് പിന്നെയും തെല്ല് ചെറിയ കണ്ട്. ഞാനിപ്പോ ഈ ഒരു ഇത് തന്നപ്പം എനിക്ക് അർത്ഥമായിട്ടിരിക്കും ഇത് എന്തിരത്തെ ഇന്നത്തെ ടോപ്പിക് എന്ന് ചോദിട്ടല്ലേ. ഓക്കെ, നമുക്ക് ഡിസ്കഷനിಗೆ ಬರ. പിന്നെ മക്കളെ പഠിപ്പുല് ബാക്ക് ആവുകില്ല റീസൺ ആയിട്ടിക്കറ് ഇത്രത്തോലുള്ള ലൈവില് ഞങ്ങൾ ഡിസ്കഷൻ ആക്കിയോണ്ട് വന്നോണ്ടില്ലേ. അതില് സ്കൂൾ പ്രോബ്ലംസ് ആയിട്ട്, രണ്ടാമത്തത് ഫാമിലിയുടെ പ്രോബ്ലം കൊണ്ടിട്ടു മക്ക ബാക്ക്വേർഡ് എന്തുകൊണ്ടിട്ടാവുന്നുണ്ടും, മൂന്നാമത്തത് സൊസൈറ്റിയിൽ എന്തെല്ലാം കാരണം കൊണ്ടിട്ട് മക്ക ബാക്ക്വേർഡ് ആവുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ പഠിച്ച ഇണ്ട് നിങ്ങൾ പഠിക്കുള്ളത് കിടാവേ ആയിട്ടിക്കറ് കിടാവ് പഠിപ്പില് ബാക്ക് പോകില്ല. കാരണം കിടാവില് ചെന്നെങ്കില് രണ്ട് കാറ്റഗറി ആയിട്ട് അത് പോകണം. ഒന്ന് കിടാവുരെ മെഡിക്കൽ റീസൺ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള കാരണം കൊണ്ടിട്ടു കിടാവ് എന്തരാവരെ പഠിപ്പില് ബാക്ക്വേർഡ് ആവരെ. അർത്ഥയിട്ടല്ലേ. ഒന്ന്. രണ്ടാമത്തത് സൈക്കോളജിക്കലി പ്രോബ്ലം, മാനസികമായിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും സമസ്യ കൊണ്ടിട്ടു ഈ കിടാവ് എന്തരാവരെ പഠിപ്പിലു ബാക്ക്വേർഡ് ആയിട്ട് വേണ്ടേ. അപ്പൊ അതിൻ്റെ ഫസ്റ്റ് കുറെ ആക്ടിവിറ്റി നിങ്ങൾക്ക് ഒരു ബുക്ക് വെച്ചിട്ട് കാട്ടി. അതായത് ഒന്ന് വലിയ ലെറ്റേഴ്സ്, രണ്ടാമത്തത് അതിലെ ലെറ്റേഴ്സിനെ ഇത് കുറഞ്ഞിട്ട്, മൂന്നാമത്തത് ചെറിയത്. റൈറ്റ്. അപ്പൊ ഇതിന്റെ ഞങ്ങൾ ഡിസ്കഷൻ ആക്കോ പോണ്ടത് കിടാവൂര് ശാരീരികമായിട്ടുള്ള കാരണമായ ഐ പ്രോബ്ലംസ് ആയിട്ട് അത് മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പേരൻസ് അർത്ഥാക്കോനായ ഒരു വിഷയമായിട്ടിക്കരുത്. കിടാവൂര് ഐ അതായത് കണ്ണില് ആ ഒരു കാണ്ട ആ ഒരു ഹൈ പ്രോബ്ലംസ് ഇന്ന കാരണം കൊണ്ടിട്ടു അവനക്ക് ಬೇನಾಯ പോലെ ഉള്ള പെർഫോമൻസ് അവന്റെ ക്ലാസ് ലെവലിൽ അവന് ആവില്ല. ಅದರ ಕಾರಣ കൊണ്ടിട്ടായിട്ട് ഈ കിടാവ് എന്താ അവര് ബാക്ക് ആയിട്ട് വേണ്ടേ. അപ്പോ നമുക്ക് ഒരു കിടാവു ആസ് എ പാരൻസ് ചൊല്ല രീതിയിൽ ഒരു കിടാവുകു ഐ പ്രോബ്ലംസ് ഉണ്ടു ചെന്നിട്ടു നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് എങ്ങനെ അർത്ഥാക്കാം ಅದರ ವಿಷಯത്തെ നമുക്കൊന്നും ഉണ്ടല്ലേ. റൈറ്റ്. ഓക്കെ. അപ്പൊ ഒന്ന് ആസ് എ പാരൻസ് ചൊല്ല രീതിയിൽ ഞങ്ങൾ കിടാവു ഇടയ്ക്കിടക്ക് തലക്കുത്തു തലനൊമ്പല ഇങ്ങനെ റിപ്പീറ്റായിട്ട് ചൊന്നോണ്ടിക്കറാണ്ട് നോക്കാം. നക്ക് തലക്കുത്തരില്ല ഉമ്മ, നക്ക് തലക്കുത്തരില്ലേ, ആ ഒരു ടൈപ്പിൽ ഇങ്ങനെ എനിക്ക് തലക്കുത്തു തലനൊമ്പലാവരു തലതിന്ന പോലാവരു ഉണ്ടല്ല, ഇങ്ങനെ കിടാവു ചൊല്ലോണ്ടിക്കറാണ്ട് ഇങ്ങനെ ഒന്ന് ഒബ്സർവ് ആക്കാം. അല്ലെങ്കിൽ കിടാവു ബുക്സ് അതായത് എന്തെങ്കിലും ജസ്റ്റ് ഇങ്ങനെ നോക്കിയെങ്കിലും ബുക്സിലെല്ലാം ഇങ്ങനെ നോക്കുമ്പോ, അല്ലെങ്കിൽ തെല്ല് ടൈം കൂടുമ്പോ കിടാവ് കണ്ണിലിങ്ങനെ തണ്ണിങ്ങനെ വന്നോണ്ടിക്കറാ നോക്ക. അർത്ഥവരല്ലെന്ന് ചൊല്ലത്. അല്ലെങ്കിൽ കിടാവു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണ് തിരുമ്പിയോണ്ടിക്കറാണ്ട് നോക്കാം. അത് ബുക്ക് നോക്കുമ്പോ ആവട്ടെ അല്ലാത്ത ഏത് ടൈമിലും ആവട്ടെ ഇങ്ങനെ കണ്ണിങ്ങനെ തിരുമ്പിയോണ്ടിക്കറാണ്ട് ഇങ്ങനെ നോക്കാം. അതല്ലെങ്കിൽ കിടാവു ഈ എഴുതുമ്പത്തുക അത് ഇതിൽ എല്ലാം ബാക്കി നോട്ട്സ് നോക്കിയിട്ട് യാറെ എഴുതുരണ്ടും അതും ഒബ്സർവ് ആക്കാം.
അതല്ലെങ്കിൽ കിടാവുകൂ ബുക്കും നോക്കുമ്പോത്തുകൂ ഒരു തുറിച്ചിട്ട് ഇതിങ്ങനെ ഈ ഒരു ടൈപ്പിലും കിടാവ് ഇങ്ങനെ ബുക്ക് നോക്കറാമാ ആ ഒരു ടൈപ്പിലും. അതല്ലെങ്കിൽ ദൂര അത് ഇത് എല്ലാം ഇതല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഈ ഒരു ടൈപ്പിൽ എന്തെങ്കിലും കൈ ഇഷാരത്ത് അത് ഇതെന്തെങ്കിലും ആക്കറാണ്. അതല്ലെങ്കിൽ കളിക്കുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബൂന്നോണ്ടിക്കറാണ് നോക്ക്. ഞാൻ ചൊല്ലതെല്ലാം അർത്ഥം അവരല്ലേ? ഓക്കെ. അതല്ലെങ്കിൽ അപ്പറിപ്പറെല്ലാം പോകുമ്പോത്തു ഓന് ഈ തട്ടറല്ല യാറ കൈ കാല അവിടെ അങ്ങനെ തട്ടറ അവിടെ തട്ടറ് ഇവിടെ തട്ടറ് അങ്ങനെ ഹോണ്ടല്ല പോയിട്ടോണ്ടിക്കറ്. അപ്പൊ ഈ ഒരു സിംറ്റംസ് ഞാൻ ഇത്രേ വിഷയം ചൊന്ന അത് ഒന്നുകൂടി ഞാൻ വേണമെങ്കിൽ റിപ്പീറ്റ് ആക്കറേ. കാരണം പേരൻസ് ഇത് നിർബന്ധമായിട്ട്, കാരണം പഠിപ്പറ ഫസ്റ്റത്തെ ഒരു ലെവലായിട്ട് കാണാ ചൊല്ലത്. അപ്പൊ ഈ കാണ്ടതിലെ ഈ പ്രോബ്ലംസ് ഞങ്ങൾ അർത്ഥാക്കില്ലെങ്കിൽ പിന്നെ അതിരെ വിഷയത്തിൽ കുറേ ഞങ്ങൾ മക്കളെ എന്തൊരു ടീക്കാക്കേണ്ടി ಬರು. അല്ലെങ്കിൽ കിടാവു ಇದರ ಬಗ್ಗೆ ನಂಗೆ ಅರ್ಥ ಆಕತ್ತದು ಕೊಂಡಿಟ್ಟು അല്ലെങ്കിൽ കിടാവുಗೂ ഇത് ಅರ್ಥ ಆವತ್ತದು ಕೊಂಡಿಟ್ಟು ಅವನು കുറെ പ്രോബ്ലംസ് നേരിടേണ്ടി വരും അല്ലേ? അക്കാരണം കൊണ്ടിട്ട് ഞാൻ ഒന്നുകൂടി ഇതിരെ റിപ്പീറ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ ഞാൻ ചൊല്ലേ കറക്റ്റ് ഞങ്ങൾ അർത്ഥാക്കും. ഒന്നെന്തരನ್ನ ചൊന്ന് കിടാവ് ഇടയ്ക്കിടയ്ക്ക് തല കുത്തുරු തലനൊമ്പല അത് ഇത് ചൊന്നോട്ടിക്കറാനുണ്ട് നോക്ക്. രണ്ടാമത്തത് കണ്ണിൽ തെല്ലിങ്ങനെ ബുക്കോ അത് ഇതെല്ലാം നോക്കുമ്പോ കണ്ണിൽ ഇങ്ങനെ തണ്ണി പണ്ടാണ്. മൂന്നാമത്തത് കണ്ണ് തിരുമ്പിയോണ്ടിക്കരുത്, റൈറ്റ്. നാലാമത്തത് ഇനി കളിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ബൂന്നോണ്ടിക്കരുത്. അഞ്ചാമത്തത് തട്ടിയോണ്ടിക്കരുത് ചൊന്നാണ്. അവിടെ അവിടെ ഇങ്ങനെ തട്ടിയോണ്ടിക്കറുണ്ട് ചൊന്ന്, റൈറ്റ്. ആറാമത്തത് ಬೇರೆಗಳ നോട്ട്സ് ബുക്ക് നോക്കിട്ടിരിക്കറവണ് യാറെ എഴുതര്. ഏഴാമത്തത് കൈരെ ഈ ഒരു ടൈപ്പിൽ ഇങ്ങനെ വെച്ചിട്ടുള്ള ഇഷാരത്ത് അത് ഇത് അല്ല. പിന്നെ എട്ടാമത്തത് ചെന്നെങ്കിൽ ബുക്സ് അത് ഇത് എല്ലാം നോക്കുമ്പോഴത്തേക്കും തുറിച്ചിട്ട് ആ ഒരു ടൈപ്പിലും ഇത് ഉണ്ടാനായിട്ട് നോക്കും. അപ്പൊ ഇങ്ങനത്തേത് എന്തെങ്കിലും കിടാവില്ല ഒരു ഒന്നാ ജണ്ട മൂന്നാ സിംറ്റംസ് ഈ മക്കളിൽ കണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ ആസ് എ പേരൻസ് ചൊല്ല രീതിയിൽ തെല്ല് ഞങ്ങൾ ഒബ്സർവ് ആക്കണം. അവന്റെ റിപ്പീറ്റ് ആയിട്ട് അവന്റെ തെല്ല് ഒബ്സർവ് ആക്കണം. അത് ഉറക്കത്തിൽ ഇങ്ങനെ ആക്കിയത് കൊണ്ടിട്ടു ഞങ്ങൾ ഇതാക്കറല്ല, ಅದರ ನಂಗೆ ತೆಲ್ಲ ಒಬ್ಸರ್ವ್ ಹಾಕೋದು ಕೊರಿಯ ನಾಳು ಆ ಒಬ್ಸರ್ವ್ ಹಾಕೊಂಬಂದು ನಂಗೆ ಗೊತ್ತವ್ರು ಈ കിടാവ് എന്തിരമ്മ സംതിങ് ഇങ്ങനെ ഇതാക്കിയോണ്ട് എന്തിരമ്മ കൈ കണ്ണര എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട ನಂಗೆ അത് ഫീൽ ആവ തുടങ്ങണം. അങ്ങനെ എന്തെങ്കിലും ഇതിൽ ഇങ്ങനത്തത് കണ്ടെങ്കിൽ ഇതെല്ലാം കിടാവ് കേട്ടെങ്കിൽ ഇത് ചില മക്കത്തിൽ അത്യാവശ്യം വലിയ മക്കൾ എന്തിനാറ് ചൊല്ലാറ് ഇത് ഓപ്പൺ ആയിട്ട് നക്ക് ബോർഡർ ഇത് ഇങ്ങനെ ബെററായിട്ട് കണ്ട് നക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണില്ലേ. അത് ഇതെല്ലാം ഓപ്പൺ ആയിട്ട് അങ്ങൾ ടീം ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ടേ അങ്ങ് ചൊല്ലാറ്, റൈറ്റ്. അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലംസ് അത് സിംറ്റംസ് എന്തെങ്കിലും കണ്ടെങ്കിൽ നങ്ങ വേഗം നങ്ങ ഒരു നല്ല ഐ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു നല്ല ഡോക്ടറെ കാട്ടിട്ട് അതുക്കുള്ള റെമഡി നങ്ങ നിർബന്ധമായിട്ട് എടുക്കും. ഇതെല്ലാം ನಾನು ಬೆರೆದಗೆ ಚೊಲ್ಲಲ್ಲ. ನನ್ನ ಕ್ಲಿನಿಕ್ಗೆ ಇಪ್ಪ ಇತ್ತರೇ ಆಲ್ಮಾರು ಮಕ್ಕ ಇತ್ತರ ಬಂದು ഇതിരിപ്പ ഇതിരെ ഇടയിൽ ഒരു വന്നവരൊക്കെട അവര് സ്റ്റോറി ആയിട്ടേക്ക് ഞാൻ ഇതിപ്പോ ചൊല്ലേ. ആ കിടാവ് ഇപ്പോ 7ാം ക്ലാസ് തോലെത്തിറ 7ാം ക്ലാസ് തോಲು എത്തിട്ട് പോലും അവനുಗೂ കറക്റ്റ് ആയിട്ട് കൂട്ടിട്ട് ഓതോകൂ എൽതോകൂ അത് ഇത് എല്ലാം ಅವನಿಗೆ ಕ್ಲಿಯರ್ ಆയിട്ട് കിട്ടിയോണ്ടേ ഇല്ലേ കിട്ടാണ്ടില്ല. കാരണം ಅದರ ಕಾರಣ ಕೊಂಡಿಟ್ಟು കുറേ അടിയും തിன்ற കുറേ പറച്ചലും തിன்ற കുറേ എല്ലാം അത് അനുഭവിക്കരുത്. എല്ലാം ഇനി എന്തും ഇല്ല, എല്ലാം അനുഭവിച്ചിട്ടായിര ലാസ്റ്റ് എല്ലാ മുഖത്ത് കുറേ ഡോക്ടർമാരെ കാട്ടിറാറ്. എല്ലാ മുഖത്ത് കാട്ടിട്ട് ലാസ്റ്റ് ഓടമാ അരമാ ത്രൂലായിട്ട് ഇൻലൈറ്റ് വന്നപ്പ ആ കിടാവരെ
കാരണം നമുക്കിപ്പോ ಈ ഒരു ಫೀಲ್ಡ್ ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ കുറെ ಆಯ್ತಲ್ಲಿ, കുറെ ವರ್ಷ ಆಯ್ತಿದ್ರೆ ಬ್ಯಾಕಲ್ಲಿ ಸಾಧಾರಣ ഒരു 15 years ಆಯ್ತಿಕ್ರಿ ಮಕ್ಕಳು. ಆ ಕಿಡಾವ್ರೆ കാണുമ്പോഴത്തേಗೆ ಗೊತ್ತೈತು സംതിങ് ഈ കിടാവു ഹൈറെ എന്തെങ്കിലും കോംപ്ലിക്കേറ്റ് കൊണ്ടിട്ടായിട്ടിക്കറ് ഈ കിടാവ് എന്തോ സംതിങ് ആയിട്ടുള്ളു. അപ്പൊ അതിരത് കിടാവരൊട്ടിಗೆ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും കേട്ട് ഇതെല്ലാം നോക്കുമ്പോഴത്തേക്കും നാനിപ്പോ നിങ്ങളൊട്ടിಗೆ കേട്ട ആ ഒരു സിംറ്റംസ് എല്ലാം ചൊമ്മ ഉണ്ട് ഇതിൽ കണ്ട് അതിരെ എന്തിനുണ്ട് കറക്റ്റ് ഇതാക്കിയിട്ട് നല്ല ഒരു ഐ സ്പെഷ്യലൈസ് ആയിട്ടുള്ള നല്ല ഡോക്ടറെ പോയിട്ട് കൺസൾട്ട് ആവുക ചൊന്തു അതിരെ കറക്റ്റ് ഡോക്ടർ പോയിട്ട് അതിരെ നോക്കുമ്പോഴത്തു അവിടെ ഒരു 15 നാൾ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഈ ഡോക്ടർ കൺസൾട്ട് അത് ഇതെല്ലാം ആയിട്ട് രണ്ടാമത്തെ ನನ್ನ കൺസൾട്ടിങ് ಬರ್ಬೋದು ചൊല്ലു ആ പേരൻസ് ഫസ്റ്റിಗೆ വന്നിട്ട് ನನ್ನ ചൊല്ലേ താങ്ക്സ് സർ, നിങ്ങളെ എത്ര നിങ്ങൾക്ക് നാണ് താങ്ക്സ് ചൊന്നെങ്കിലും മെയ്യാവലെ ചൊന്നിട്ടു. കാരണം അവിടെ പോയപ്പോ അവിടെ ചൊല്ലെ ആ ഡോക്ടർ ചൊന്നത്തുള്ള എന്തൊരു ഈ കിടാവുരെ കായ്ച്ചർ, അതായത് നഷ്ടപ്പെട്ടിട്ട് ഇതിരെ ലാസ്റ്റ് ചെറിയൊരു പോയിന്റിലായിട്ടിക്കറ് ഈ കിടാവ് അതിരെ ഉള്ളിൽ നിങ്ങൾ ഇത്രയും ഈ ഇമിഡിയറ്റ്ലി ആയിട്ട് ആ കിടാവരെ കൊണ്ടുവന്നത് കൊണ്ടിട്ടു ആ കാഴ്ച ശക്തി നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് ആക്കുക ഐത്ത് ചെന്നിട്ടു ആ കിടാവരെ നോക്കുമ്പോ നല്ല ഐ പവർ ഉള്ള കണ്ണാട്ടിയുമായി ഇട്ടിട്ടൈറ്റിക്കറ് ഗ്ലാസ് ഇട്ടിട്ടൈറ്റിക്കറ് നല്ല മുട്ട വന്നിട്ട് കാണേ. പിന്നെ ഞങ്ങളെ ഈ റെമഡി അത് ഇത് എല്ലാം ജസ്റ്റ് ഒന്ന് ചെറിയ നിലക്ക് അവനുക്ക് സപ്പോർട്ട് ആക്കിയപ്പമേ അവനുക്ക് അൾട്ടിമേറ്റ് അത്രയും പട്ട കാരണം അവന് ഇത്തരത്തോലു ഈ ഒരു അവസ്ഥ ഈ പഠിപ്പിൽ ഈ ഒരു ടൈപ്പിലുള്ള ആവുള്ള റീസൺ എന്തിനായിട്ടിന്നെ അവന്റെ ഐ പ്രോബ്ലംസിനെ കാരണം കൊണ്ടിട്ട് എത്തിക്കറ് അവನು ബാക്ക് ആയോ പിന്നെ റൈറ്റ്. അപ്പൊ കാരണം കൊണ്ടിട്ടു കറക്റ്റ് ഞങ്ങ ഒബ്സർവ് ആക്കിയിട്ട് മക്കളെ ഞങ്ങളെ കറക്റ്റ് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന പോലെ കൊടുത്തെങ്കിൽ ഈ മക്കൾക്കും എന്തുണ്ടു നല്ല ഒരു ലൈഫ് ഉണ്ട്. അതല്ലെങ്കിൽ ഇതേ വീക്ക്നെസ് വെച്ചിട്ട് ഞങ്ങൾക്കിടാവ് കുറെ അടിച്ചിട്ട് കാര്യമുണ്ടാ, പറഞ്ഞിട്ട് കാര്യമുണ്ടാ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇറങ്ങൽ ഇങ്ങനെ കുറെ സല്ലാനത്ത് കേട്ടിട്ട് ഞങ്ങളും ടെൻഷൻ ആയിട്ട് പോകേണ്ട ആവശ്യകത വേണ്ട ഇല്ല. അക്കാരണം കൊണ്ടിട്ടു ഈ ഒരു വിഷയം കിടാവിലുള്ള സമസ്യ ആയിട്ടിക്കറ് ആ കിടാവിലുള്ള എന്തിരത്തെ സമസ്യ ഏത് ഹൈയിലുള്ള കാണ്ടതിലുള്ള പ്രോബ്ലംസിനെ കാരണം കൊണ്ടിട്ടു കിടാവ് ഇങ്ങനെ ആവു സാധ്യത ഉണ്ടോ. അപ്പൊ വെറും അങ്ങനെ ടീക്കാക്കിരമെന്നോളൂ, അങ്ങനെ അടിക്കിരമെന്നോളൂ, അങ്ങനെ പറയിരമെന്നോളൂ, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടാ ചൊന്നിട്ടു ആസ് എ പേരൻസ് ചൊല്ല രീതിയിൽ ഞങ്ങൾ ഇത് അർത്ഥാക്കരുത് നല്ലേ. അന്ന് ചൊന്ന വിഷയം അർത്ഥായിട്ടിക്കോ അല്ലേ. ഓക്കെ, അപ്പോ ഇനി ഞങ്ങക്ക് നെക്സ്റ്റത്തെ നാളത്തെ ലൈവുകളു ഞങ്ങക്ക് കേക്കിற വിഷയത്തിൽ എന്തെങ്കിലും കോംപ്ലിക്കേറ്റ് ഉണ്ടാണ്ട് എങ്ങനെ ഞങ്ങൾക്ക് അർത്ഥാക്കാണ്ട് നാളത്തെ ലൈവില് ഞങ്ങൾ പഠിക്കാം. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സാ അതാ ഇതാ ഇന്നെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതറു. ಅದಕ್ಕೆಲ್ಲ ಆನ್ಸರ್ ನಿಂಗೆ ನೆಕ್ಸ್ಟ್ ಲೈವ್ ನಿಂಗೆ ನಂಗೆ ತಂಡ ವೀಕ್ಲಿ ಎಂಡ್ ಆಂಬತ್ತಿಗೂ ನಿಂಗೆ ಅದರ ಆ ಕ್ವಶನ್ಸ್ಗೆಲ್ಲ ಆನ್ಸರ್ ನಂಗೆ ತಂಡ. ಓಕೆ, ನೈಸ್ ಟು ಮೀಟ್ ಯು. ಸಿ ಅಗೇನ್, ಬೈ ಬಾಯ್.